കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ വൈക്കം കടുത്തുരുത്തി തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വൈക്കം താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക, ഭൂമി തരംമാറ്റം അന്യായമായി നടത്താതിരിക്കുക, ഭൂമി തരംമാറ്റുന്നതിന് വേണ്ടി താരിഫ് നിശ്ചയിക്കാതിരിക്കുക, പട്ടയമില്ലാത്ത അർഹതയുള്ള എല്ലാ ആളുകൾക്കും പട്ടയം ഉടൻ നൽകുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. KSKTU കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് PV സുനിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. 1960 കാലം മുതൽ ഇങ്ങോട്ടെടുത്താൽ കേരളത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും കാർഷിക മേഖലയിലെ ഉന്നമനത്തിനും ഉതകുന്ന വിധത്തിൽ കേരളത്തിലെ കർഷക തൊഴിലാളി യൂണിയൻ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടമുണ്ട്. ആ പോരാട്ടങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് കേരളത്തിലെ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാനിടയാകുന്ന സാഹചര്യം സംജാതമായത്. കാർഷിക മേഖലയിൽ ഉൽപാദന വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. ഇന്നിപ്പോ 2008 നിയമം കേരളത്തിലുണ്ടാകുന്ന ദ്രുതഗതിയിലുള്ള പുരോഗതിയും വളർച്ചയും അതിനെ അടിസ്ഥാനമാക്കി ചില ഭേദഗതികൾ 2018 കേരള നിയമസഭ അംഗീകരിക്കുകയുണ്ടായി. ഇന്ന് അതിനെയെല്ലാം ഉപയോഗപ്പെടുത്തി കേരളത്തിലെ നെൽവയലുകൾ ഏതാണ്ട് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ ഉതകുന്ന വിധത്തിലേക്കുള്ള ചില നിലപാടുകളെല്ലാം ഉയർന്നു വരികയാണ്. CPIM വൈക്കം ഏരിയ സെക്രട്ടറി P ശശിധരൻ, ബെന്നി ജോസഫ്, സുഗുണൻ, K വിജയൻ, AP ജയൻ, N സുരേഷ് കുമാർ, KN നടേശൻ, MP ജയപ്രകാശ്, OM ഉദയപ്പൻ, VK രവി തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അന്നം നൽകുന്ന ഒരു വിഭാഗമായിരുന്നു കേരളത്തിലെ കർഷക തൊഴിലാളി വിഭാഗം. കർഷകരോടൊപ്പം കാർഷിക മേഖലയിൽ നിന്ന് പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളികൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഉപയോഗിച്ചാണ് നമ്മുടെ കേരളത്തിലെ ജനവിഭാഗങ്ങൾ ഒരു കാലഘട്ടത്തിൽ നിലനിന്നത്. കർഷക തൊഴിലാളി സംഘടന തന്നെ ഉണ്ടാകുന്ന സമയത്ത് 1940 കർഷക തൊഴിലാളി സംഘടന കേരളത്തിൽ പ്രാഥമികമായി രൂപം കൊണ്ടു. കെട്ടിയിട്ടടിച്ച് പോലീസ് സ്റ്റേഷനിട്ട് മർദ്ദിച്ച് അവശരായി രക്തസാക്ഷികളായി മരിച്ചവരായി എത്രയോ നേതാക്കന്മാർ. അങ്ങനെയുള്ള പ്രസ്ഥാനമാണ് കർഷക തൊഴിലാളി യൂണിയൻ. ആ കർഷക തൊഴിലാളി യൂണിയന് സമരത്തിന്റെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞു പോകുമ്പോൾ, എഴുതി പോകുമ്പോൾ, ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ കർഷക തൊഴിലാളി യൂണിയൻ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമരത്തെ പ്രതിപാദിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. സൂചിപ്പിച്ചതുപോലെ 2 ലക്ഷം ഹെക്ടറിന് താഴെ കൃഷിഭൂമി മാത്രമാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് അവശേഷിക്കുന്നത്. ഇന്ന് നമുക്ക് പറയുവാനുള്ളത്, അവശേഷിക്കുന്ന കൃഷിഭൂമി എങ്കിലും നമുക്ക് സംരക്ഷിച്ചേ മതിയാവൂ. വിഷൻ ന്യൂസ് വൈക്കം.